സ്ഥലം. അത് കഴിഞ്ഞ് പിന്നെ ഈ ബ്ലഡ് വഴി തന്നെയാണ് ഇതിനെ റിക്കവർ ചെയ്ത് കളയുന്നത്. ബ്ലഡ് വഴി കൊണ്ടുപോയി ഇത് എലമെൻ്ററി കനാലിൽ എത്തിച്ച് മാലിന്യമായിട്ട് പുറന്തള്ളണം. അപ്പോൾ ആ പ്രക്രിയയ്ക്ക് ചില സമയത്ത് നമ്മൾ തടസ്സമുണ്ട്. അപ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ് ഈ പറഞ്ഞ നിശ്വാസവായു. ശ്വാസം വെളിയിലേക്ക് പോകുന്ന പ്രോസസ്സും ഉള്ളിലേക്ക് പോകുന്ന പ്രോസസ്സും. അപ്പോൾ ട്രാക്ക് പലപ്പോഴും അടഞ്ഞു പോകുന്ന പല പല അസുഖങ്ങളുണ്ട്. ഇപ്പോൾ സൈനസൈറ്റീസ് ചില ആൾക്കാർക്കുള്ള സൈനസൈറ്റീസ് ഉള്ളവർ രാവിലെ വിചാരിക്കുന്നു തുമ്മിക്കഴിഞ്ഞാൽ ഉന്മേഷം കിട്ടുന്നത്. ശരിയാ, തുമ്മുന്നുള്ളവരെല്ലാം ഫീൽ ചെയ്യും. അപ്പോൾ അവർ കമ്പുപോലൊക്കെ ഇട്ട് ഇങ്ങനെ തിരിച്ചിട്ട് തുമ്മുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്നു ചോദിച്ചാൽ കുറച്ച് സൈനസ് അറകളിൽ ആദ്യം ഇൻഫെക്ഷൻ കാണത്തുള്ളൂ. തുമ്മുമ്പോൾ ബാക്കിയുള്ളിടത്തോടെ സ്പ്രെഡ് ആകുന്നു, അങ്ങനെ ഫുള്ളാണ് കിടക്കുന്നു. ചിലർ തുമ്മൽ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ഞാൻ അടയ്ക്കൊന്നും ചെയ്യില്ല, നല്ല ഫോഴ്സിലെ എയർ ഇങ്ങോട്ട് വരും. അങ്ങനെ പെട്ടെന്ന് കയറി അടച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലുകൾക്ക് പൊട്ടൽ വരാനുള്ള സാധ്യത, അത്ര ഫോഴ്സിലാണ് എയർ വരും. അപ്പോൾ അങ്ങനെ ശ്വാസത്തിന് അങ്ങനത്തെ കുറേ റോളുകളുണ്ട്. പിന്നെ നമ്മുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട വേറെ റോളുകളുണ്ട്. അപ്പോഴും നമ്മുടെ ശ്വാസത്തിൻ്റെ ഋതം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ടെൻഷനോ വിഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്വാസം ഇങ്ങനെ വിലങ്ങി പോലൊക്കെ തോന്നും. അപ്പോഴും അവിടെ ഋതം ചേഞ്ച് ആയി. അപ്പോൾ അങ്ങനെയുള്ള പല പല കാരണങ്ങളെ ഒന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്യാനും അതിനെ ഒരു താളാത്മകമായി മാറ്റാനും ഒക്കെ ആയിട്ട് ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് പുറത്തോട്ട് വിട്ടു. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ്. അപ്പോൾ ആ ട്രാക്കിനെ പെറുക്കെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കിടന്നിട്ട് റിലാക്സ് ചെയ്യും.